ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ എൻ്റെ അടുത്ത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം റിയാദിൽ നിന്നൊരു ലോകയാത്രയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇറ്റലി, ഗ്രീസ്, ചൈന, ജപ്പാൻ, മൊറോക്കോ, അമേരിക്ക, സ്പെയിൻ, ഇന്ത്യ, ഈജിപ്ത്, ആഫ്രിക്ക, തുർക്കി ഒക്കെ ഒരു സിംഗിൾ നൈറ്റിൽ ബാഗ്, പാസ്പോർട്ട് എല്ലാം വിട്ടൊരു ലോക അത്ഭുത യാത്ര. വെൽക്കം ടു ബോളിവുഡ് വേൾഡ് റിയാദ്. ഈ സിംഗിൾ ഡെസ്റ്റിനേഷൻ വേൾഡ് ടൂർ അളവിലൊരു എക്സ്പീരിയൻസ് നേടാം. ലഗൂൺ ലേക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടവിൽ ബോട്ടിംഗ് ആൻഡ് വാട്ടർ റൈഡ്സ്, ഗ്ലോബൽ വില്ലേജ്, 15-ലധികം രാജ്യങ്ങളിലെ കൾച്ചറൽ ഫുഡ് ആർക്കിടെക്ചർ ഷോസ്, പല രാജ്യങ്ങളിലെ നൈറ്റ് കൾച്ചറൽ ഷോസ് ഒന്ന് കാണാം. ഈ വ്ളോഗ് ഫുൾ കാണാൻ ഞാൻ പറയില്ല, എനിക്ക് ഉറപ്പാണ് നിങ്ങളിത് കണ്ടിരിക്കും. ما بياكل وهذا لبس നമ്മൾ ഇന്ന് ആദ്യമായി കാണാൻ പോകുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസിൻ്റെ അതിമനോഹരമായ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി സൂപ്പറായിട്ടാണ് ഫ്രാൻസ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. റിയൽ എഫക്റ്റാണ് നമുക്ക് ഫ്രാൻസിൽ വന്ന റിയൽ എഫക്റ്റ് നമുക്കിവിടെ വന്നാൽ കിട്ടും. ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് കഫേകൾ, ചെറുതും വലുതുമായ സിറ്റീസ്, ഈഫൽ ടവറിൻ്റെ ലളിതവും മനോഹരവുമായ അടിപൊളി വ്യൂ. നമ്മളിനി അടുത്ത പോകുന്ന രാജ്യം ഇറ്റലിയാണ്. ഇറ്റലിയിലെ അത്ഭുതമായ സിറ്റി കാണാൻ പോവുകയാണ്. വെനീസിലെ റൊമാൻറ്റിക് കനാൽസ്, ഹിസ്റ്റോറിക് സ്ട്രീറ്റ്സ് എല്ലാം ഒന്ന് കാണാം. നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇറ്റലി അതുപോലെ തന്നെ നോക്കെ സ്ട്രീറ്റ്സൊക്കെ നോക്കെ, എല്ലാ ഷോപ്പുകളാണെങ്കിലും എവറിത്തിങ് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൗദി എന്നൊരു രാജ്യത്ത് ഇതുപോലൊക്കെ ചെയ്തു വെക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിവിടെ വരുന്നത് തന്നെ. ഇത്രയും അത്ഭുതമായ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ ഫ്രാൻസിൽ ചെന്ന ഈ ഷോപ്പിലെല്ലാം യഥാർത്ഥ ഫ്രാൻസിലെ ആളുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നതും എല്ലാം. ഇറ്റലിയിലാകുമ്പം ഇറ്റലിയിലെ ആൾക്കാർ, അപ്പോൾ ഏത് രാജ്യത്ത് പോകുമ്പോൾ അവരുടേതായ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഈ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധാരാളം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അമേരിക്കൻ ബർഗേഴ്സ്, ജാപ്പനീസ് സുഷി, ഇറ്റാലിയൻ പിസ്സ, അതായത് സ്ട്രീറ്റ് ഫുഡ് മുതൽ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ് വരെ നമുക്കിവിടെ ലഭിക്കും. നമ്മളിതാ അടുത്തതായി പോകുന്ന രാജ്യം എന്താ നോക്കേ, സ്പെയിനിലോട്ടാണ്. സ്പെയിൻ എന്ന് പറയുന്നത് ഒരു ട്രാവൽ ലവറിൻ്റെ ഒരു സ്വപ്ന രാജ്യമാണല്ലോ. എന്നെ ഭംഗിയായിട്ട് തന്നെ അവർ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. വീടുകളൊക്കെ നോക്കുക സ്പെയിനിലെ, നമ്മളെ ടി വിയിലും അല്ലാതെ ഇതുപോലെ ഓരോ ചാനലിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും അവരവരുടെ ഷോപ്പിങ്ങും ചെറുതും വലുതുമായ റെസ്റ്റോറൻറ്റുകളും എല്ലാം കാണാം. അടുത്ത നമ്മൾ പോകുന്നത് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ആ ഒരു അത്ഭുതം തന്നെ. അതായത് ഇവിടെ എത്രമാത്രം ഭംഗി അറിയുന്നുണ്ടെന്നറിയില്ല. ഒരു മരുഭൂമിയിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പം തന്നെ അത്ഭുതം തന്നെ. നോക്കേ എന്ത് ഭംഗിയായിട്ടാണ് ഈ ഇതിൻ്റെ നടുക്ക് ഇത്രയും മൊത്തം അടിപൊളി ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. സൂപ്പർ, പറയാതിരിക്കാൻ വയ്യ. നല്ല തണുപ്പും ഒരു പ്രത്യേക വൈബ് തന്നെ. ലോകത്തിലെ ഏറ്റവും പുരാതന സംസ്കാരങ്ങൾ ഒന്നായ ചൈനയിലേക്കാണ് നമ്മൾ അടുത്ത പോകുന്നത്. സമ്പന്നമായ ചരിത്രം, അത്ഭുതകരമായ ശില്പങ്ങൾ, വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരം എല്ലാമുള്ള നമ്മുടെ ചൈന എന്ന രാജ്യത്തിലെ കുറേ അധികം നല്ല കാഴ്ചകൾ കാണാം. ഇതെല്ലാം നമ്മുടെ ഡ്രസ്സുകളുടെ ഷോപ്പുകളാണ്, ചെറിയ ചെറിയ സ്ട്രീറ്റ് പോലെ. ഇനി അടുത്തൊരു വിഭാഗം നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് ഫുഡ് സ്ട്രീറ്റാണ്. ശരിക്കും ഫുഡുകളൊക്കെ ഇവരിവിടെ ഇതുണ്ട്, ഇവരുടെ റെസ്റ്റോറൻറ്റുകളുണ്ട്. എല്ലാത്തിലും അവരുടെ ആളുകൾ തന്നെയാണ്. ഫുഡുകൾ മാത്രമല്ല, മസാജ് സെൻറ്ററുകളുണ്ട്. അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ എല്ലാം കൂടിയുള്ള ചൈനയിൽ തന്നെ നമുക്ക് കാണാം. കുറച്ചധികം ചൈനയിലെ കാഴ്ചകളൊന്ന് കാണാം. അടുത്ത രാജ്യം ഏതാന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഈജിപ്ത്. ലോകത്തെ ഏറ്റവും രഹസ്യങ്ങളും ചരിത്രവും നിറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് വർഷത്തെ പൈതൃകവും അത്ഭുതകരമായ പിരമിഡുകൾ, ഫറവോകളുടെ രാജ്യമെന്നും മമ്മികളുടെ രഹസ്യ ലോകമെന്നൊക്കെ ഈജിപ്തിനെ അറിയപ്പെടും. ലോകത്തിലെ വിസ്മയങ്ങളിൽ ഒന്നായ ഗിസയിലെ പിരമിഡുകൾ, പുരാതന ക്ഷേത്രങ്ങൾ, നിങ്ങൾ കാണേണ്ട പഠിക്കേണ്ട ഒരു അത്ഭുത രാജ്യം തന്നെ.
അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഇതും ചെയ്ത് പിരമിഡൊക്കെ നോക്കേ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഈജിപ്തിലെ കാണാം. ഒന്ന് നോക്കാം. നമ്മളുടെ അടുത്ത രാജ്യത്തിലോട്ട് പോയാണ്. മരുഭൂമിയുടെ മഹത്വവും അറബ് സംസ്കാരത്തിൻ്റെ പൈതൃകവും ലോകത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രവും സമ്പന്നമായ സംസ്കാരത്തിൻ്റെ നാടാണ് നമ്മുടെ സൗദി. നല്ല മക്കയും മദീനയും ലോകത്തിലെ ഏറ്റവും പവിത്ര നഗരങ്ങൾ. ഹജ്ജും ഉംറ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സ്വപ്ന ലോകം. സൗദിയിലെ നല്ല കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഒട്ടകമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒട്ടകത്തെ എന്ത് റിയലിസ്റ്റിക് ആയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് കാണാം. അടുത്ത അത്ഭുത രാജ്യമായ ജപ്പാനിലോട്ടാണ് പോകുന്നത്. ടെക്നോളജീസും പാരമ്പര്യവും ഒരുമിച്ച് ജീവിക്കുന്ന രാജ്യം എന്നാണ് ജപ്പാനെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ മുന്നേറ്റ സാങ്കേതിക രാജ്യം. റോബോട്ടിക്സ്, ആധുനിക ഗാഡ്ജറ്റുകൾ, ബുള്ളറ്റ് ട്രെയിൻ, അതിവേഗ യാത്ര. ടോക്കിയോ ലോകത്തിലെ ഏറ്റവും മോഡേൺ സിറ്റീസ്. ഇവിടുത്തെ ഒരു സംസ്കാരമാണ് ചായ ചടങ്ങ്, ടീ സെറമണി. അത് കണ്ടു നിൽക്കാൻ തന്നെ രസമാണ്. സഞ്ചാരികൾക്കായി കാണേണ്ട, പഠിക്കേണ്ട, അനുഭവിക്കേണ്ട ഒരു പ്രത്യേക ലോകം തന്നെ. നമുക്ക് ഇവിടുത്തെ മനോഹരമായ കുറേയധികം കാഴ്ചകൾ കാണാം. ഇനി നമ്മൾ പോകുന്നത് എൻ്റെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്കാണ്. നമ്മുടെ താജ്മഹലൊക്കെ അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഷോപ്പുകളിലൊക്കെ. പിന്നെ പല പല വെറൈറ്റി ഓഫ് ഗെയിംസും കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ അടുത്ത് നടപ്പുണ്ട്. അതൊക്കെ നോക്കാൻ പ്ലേ സ്റ്റേഷനൊക്കെ കുട്ടികൾക്ക് ഒരുപാടുണ്ട്. അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴൊന്നും തീരില്ല, അത്രയ്ക്കും ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു രാജ്യത്തോട്ട് പോകാൻ പോയാണ്. US-ലോട്ടുണ്ട്. US-ലെ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല കൃത്യമായിട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രിഡ്ജ്. അപ്പം അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാമേ. തുർക്കി എന്ന രാജ്യത്താണ് അടുത്ത പോകുന്നത്. യൂറോപ്പും ഏഷ്യയും ചേർന്നിടുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര രാജ്യമാണ്. രുചികരമായ ഭക്ഷണം എന്നിവയിലൂടെ ഒരു യാത്രികൻ്റെ ഹൃദയം കീഴടക്കുന്ന രാജ്യമാണ്. നമുക്കിവിടുത്തെ വിശേഷങ്ങൾ കാഴ്ചകളും ഒന്ന് കാണാം. ഇതിൻ്റെ ഒരു വ്യൂ നോക്കേ. ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പം നമുക്കൊരു ഗുഹയിലോട്ട് കയറുന്നതാണ്. ഗുഹയിലോട്ട് കയറിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇതെല്ലാം ഒരുപാടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ സ്റ്റേഷൻ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ സൈഡിലെല്ലാം ഓരോരോ മീനുകളും കാര്യങ്ങളും ഒക്കെയാണ്. നോക്കുക എന്ത് വലിയ ബിൽഡിങ്ങാണ് ചെയ്ത് വെച്ചേക്കുന്നത്.
അതൊരു ഇതിൻ്റെ ചുറ്റും സൈഡിൽ കൂടെയൊക്കെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിൽ പോകേണ്ടവർക്ക് ബോട്ടിങ്ങിലൊക്കെ പോകാം. അപ്പോൾ നമ്മുടെ ഈ ഫുള്ള് രാജ്യങ്ങളുടെയും വ്യൂ ഒക്കെ കാണാം ഈ ബോട്ടിങ്ങിൽ പോകുമ്പോൾ. അപ്പം കാഴ്ചകൾ കാണാം നമുക്ക്. അടുത്തതായി നമ്മൾ മൊറോക്കോ സിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം. പല പല സ്ട്രീറ്റുകളുണ്ട്. ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്, എല്ലാ തരം ഐറ്റംസും ഇവിടെ കിട്ടും. പിന്നെ ഇവരുടെ പല പല കലാരൂപങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പരിപാടി നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഓരോ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഭംഗിയും ഇതൊക്കെ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് സ്ഥലമാണ്. ഫുഡിൻ്റെ വേറൊരു ഏരിയയിലാണ്. അതൊക്കെ കണ്ട് നമ്മളിതാ നടന്നു പോവുകയാണ്. അങ്ങനെ നമ്മൾ ആഫ്രിക്കയിലോട്ടാണ് പോകുന്നത്. ആഫ്രിക്ക പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ഭൂഖണ്ഡമാണ്. പ്രകൃതി സൗന്ദര്യം, നദികളും ജലസ്രോതസ്സും എല്ലാം അടങ്ങിയ ഈ സാംസ്കാരിക വൈവിധ്യം 50-ൽ കൂടുതൽ രാജ്യങ്ങൾ, പലയിടങ്ങളിലും 100ഓളം ഭാഷകളും സംസ്കാര പാരമ്പര്യങ്ങളും ഉൾപ്പെടുന്ന തീവ്രമായ കലാരൂപങ്ങളും സംഗീതവും നൃത്തവും എന്നിവ ആഫ്രിക്കയുടെ സവിശേഷതകളാണ്. നമുക്ക് അവിടുത്തെ ഒരു കലാരൂപം കാണാം. ഈ ബോളിവുഡ് വേൾഡ് സന്ദർശിക്കുന്നത് ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട അത്ഭുതകരമായ യാത്രയാണെന്ന് തന്നെ വിശ്വസിക്കാം. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളല്ലേ. 22 രാജ്യങ്ങൾ ഒരുപോലെ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് വന്ന് നമുക്ക് ആസ്വദിക്കാനും അവരുടെ ഓരോരോ രാജ്യങ്ങളുടെ ഫുഡും ഷോപ്പിങ്ങും എല്ലാം നമുക്കവിടെ കിട്ടുമായിരുന്നു. അത്രയ്ക്ക് മനോഹരമായ കാഴ്ച ഇവിടെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു റേറ്റിൽ 30 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇവിടെ വന്ന് ഇത്രയും മനോഹരമായ കാഴ്ചകൾ എല്ലാം ആസ്വദിക്കാം. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും സൗദിയിലുള്ളവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. 22 രാജ്യത്തിൽ മുകളിൽ ഫ്രീ ആയിട്ട്, അതും അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെറുതെ ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്ത ഫീലൊന്നുമല്ല. ഓരോ രാജ്യത്തും നമ്മൾ ചെല്ലുമ്പോൾ അതേ ഫീലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കും. ഹലോ, അങ്ങനെ ഞങ്ങളുടെ അടിപൊളി നടന്ന് ഇടപാട് ഊരി. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതെ, ഓക്കെ, ബൈ ബൈ.